ഹലോ ഗൈസ്, കോക്കാച്ചിൻ യുകെയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂത്ത് മൊബിലിറ്റി സ്കീം വിസ അഥവാ യങ് പ്രൊഫഷണൽ വിസ മോദി സർക്കാർ ഋഷി സുനകുമായിട്ട് വെച്ച ഒരു എഗ്രിമെന്റ് ആയിരുന്നു. എല്ലാ വർഷവും 3000 ഇന്ത്യക്കാർക്ക് യൂത്ത് മൊബിലിറ്റി സ്കീം വിസ വഴി യുകെയിലോട്ട് വന്ന് വർക്ക് ചെയ്യാന്നുള്ളത്. എന്നാൽ ഋഷി സുനകിന്റെ മാറ്റത്തിന് ശേഷം പലർക്കും ഉണ്ടായിരുന്ന ഒരു ഡൗട്ടാണ് ഇനി ഈ എഗ്രിമെന്റ് വാലിഡ് ആണോ എന്നുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും ഈ വരുന്ന ജൂലൈ 16 ഇന്ത്യൻ ടൈം ഉച്ചയ്ക്ക് 1:30 മുതൽ ജൂലൈ 18 ഉച്ചയ്ക്ക് 1:30 വരെ ബാലറ്റ് ഓപ്പൺ ആണ്. 48 മണിക്കൂർ ഓപ്പൺ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിലും ഡിഗ്രിക്ക് തുല്യമായിട്ടുള്ള ഒരു ഡിപ്ലോമ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾ സെലക്ടഡ് ആയിട്ടില്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഒരു അപ്പീലിനോ നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. കമ്പനിയുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും വരുന്നത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് യൂത്ത് മൊബിലിറ്റി സ്കീം വിസയുടെ സാധ്യതകളെ കുറിച്ച് നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തിരുന്നു. അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയതിൽ വളരെയേറെ സന്തോഷം തന്നെയുണ്ട്. പിന്നെ ആ ഒരു വീഡിയോയിലും ഒരുപാട് കമന്റ് വന്നിരുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ തട്ടിപ്പാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. എന്നാൽ നെഗറ്റീവ് കമന്റുകളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. ഇപ്പോൾ അങ്ങനെ പറഞ്ഞവരും അങ്ങനെ അതിൽ അപ്ലൈ ചെയ്തവരും ഒരുപാട് ഇന്ത്യൻസും അതിൽ കൂടുതലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളുകളും ഇപ്പോൾ ഈ ഒരു യൂത്ത് മൊബിലിറ്റി സ്കീം വിസ വഴി യുകെയിൽ വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം തന്നെയുണ്ട്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസിനെ സമീപിക്കരുത്. കാരണം ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബാലറ്റ് ഓപ്പൺ ആയ സമയത്ത് ഒരുപാട് പേര് പല ഏജൻസികളെ സമീപിച്ച് അവർക്ക് 10,000-15,000 കമ്മീഷൻ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സർവീസ് ചാർജ് കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്തിരുന്നു. കാരണം സാധ്യത വളരെയേറെ കുറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ക് പരീക്ഷിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. മുൻപത്തെ കാലം നോക്കുകയാണെങ്കിൽ ആർക്കും യൂത്ത് മൊബിലിറ്റി സ്കീം വിസയുടെ സാധ്യതകളെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയല്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം. കേരളത്തിന് പുറത്തുള്ള മറ്റു സ്റ്റേറ്റിലുള്ള ആളുകളും ഈ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് ആയിരിക്കും വരുന്നത്. ഇതിനൊരു ബാലറ്റ് സിസ്റ്റം മാത്രമാണ്, ഒരു നറുക്കെടുപ്പ് തന്നെയാണ്. അതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ആ ഒരു വിസ വഴി യുകെയിലോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ പല വീഡിയോസും ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവും, യൂത്ത് മൊബിലിറ്റി സ്കീം വിസയെ കുറിച്ചുള്ള വീഡിയോസ്. അപ്പൊ അത് നോക്കിയിട്ട് അത് റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇനി ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ സിറ്റിസൺ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളായിരിക്കണം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. നമുക്കൊരു ഡിഗ്രി എന്തായാലും വേണം. പിന്നെ 2530 പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം. പിന്നെ എലിജിബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയോ അതിന് തുല്യമായിട്ടുള്ള ഡിപ്ലോമ തന്നെയാണ്. ഷോമണിയായിട്ട് 2530 പൗണ്ട് 28 ദിവസത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചതിനുള്ള പ്രൂഫ് നമ്മൾ വിസ സബ്മിഷൻ്റെ സമയത്ത് കാണിക്കേണ്ടതുണ്ട്. ബാലറ്റിൽ നമ്മൾ എൻ്റർ ആകുമ്പോൾ നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്പോർട്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ഒരു പാസ്പോർട്ടിൻ്റെ സ്കാൻഡ് കോപ്പി, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്. സക്സസ്ഫുൾ ആണെങ്കിൽ 2 ആഴ്ചയ്ക്ക് അറിയാനായിട്ട് പറ്റും. റാൻഡം ആയിട്ടാണ് ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ബാലറ്റിൽ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് എംബസിയിലുള്ള ഫീസ് 298 പൗണ്ടാണ് വരുന്നത്. 3000 പ്ലേസസ് ആയിരുന്നു ഫെബ്രുവരിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മോസ്റ്റ് ഓഫ് ഓൾ ഫെബ്രുവരിയിൽ ചൂസ്ഡ് ആണ്. ബാക്കിയുള്ള റിമൈനിങ്ങിനാണ് ഇപ്പോൾ അവർ ബാലറ്റ് വീണ്ടും ഓപ്പൺ ആക്കുന്നത്. നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടും. അവിടെ നിന്നൊരു 90 ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അൺസക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് നമ്മൾ എന്തായാലും കൊടുക്കണം. നമ്മുടെ അക്കൗണ്ടിൽ 2530 പൗണ്ട് 28 ദിവസം കാണിച്ചതിനുള്ള പ്രൂഫ്, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കണം, TB ചെക്ക് ചെയ്തതിൻ്റെ അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു PCC കൂടെ നമ്മൾ കാണിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. PCC നമുക്ക് നാട്ടിൽ നിന്ന് എടുക്കാവുന്നുള്ളൂ. ഈ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ യുകെയുടെ ഗവൺമെൻറ് സൈറ്റിൽ നിന്നാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോൾ എലിജിബിലിറ്റി ഇതൊരു ഓവർവ്യൂ ആണ് കാണിക്കുന്നത്. മൊത്തത്തിൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടാവും. എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരിക്കണം, കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഇഫ് യു ആർ എലിജിബിൾ എൻ്റർ ദ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ്. ഇഫ് യു ആർ സക്സസ്ഫുൾ ഇൻ ദ ബാലറ്റ് യു വിൽ റിസീവ് എൻ ഇൻവിറ്റേഷൻ ടു അപ്ലൈ ഫോർ ദ വിസ. പ്രിപ്പയർ ദ ഡോക്യുമെൻറ്റ്സ്, അപ്ലൈ ഫോർ ദ വിസ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യുകെയുടെ ഗവൺമെൻറ് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നുള്ളൂ. നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാവുന്നുള്ളൂ. നിങ്ങൾക്ക് തന്നെ അപ്ലൈ ആവുന്ന ഒരു കാര്യമുള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എംബസി ഫീസിൻ്റെ കാര്യം തന്നെയാണ്. ഹെൽത്ത് ചാർജ് വരുന്നത് 1552 പൗണ്ടാണ്. അത് നമ്മൾ എന്തായാലും അടയ്ക്കണം. അത് സെലക്റ്റഡ് ആയതിനു ശേഷം മാത്രം അടച്ചാൽ മതി. പിന്നെ 2530 പൗണ്ട് നമ്മുടെ സേവിങ്സ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. പിന്നെ നമുക്ക് 24 മാസം അതായത് 2 കൊല്ലമാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് എന്തൊക്കെ യുകെയിൽ വന്നു കഴിഞ്ഞാൽ ഈ വിസയിൽ വന്നാൽ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യുകെ ഗവൺമെൻറ് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് ഒരിക്കലും നമ്മുടെ സ്റ്റേ ഇവിടുത്തെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ പബ്ലിക് ഫണ്ട് അങ്ങനത്തെ ഉള്ള ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും അങ്ങനെ ആരും ഈ ഒരു വിസയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും വേണ്ട വിധത്തിൽ യൂസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.